ഹലോ ഫ്രണ്ട്സ്, ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാം സിലബസിലെ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റിൻ്റെ സിലബസ് ഡിസ്കഷനാണ് ഇന്നത്തെ നമ്മുടെ സെഷൻസ്. നമുക്കറിയാം 6 മൊഡ്യൂൾസ് ആയിട്ടാണ് സിലബസ് വന്നിട്ടുള്ളത്. അതിൽ തന്നെ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ സിലബസ് ഡിസ്കഷനാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അത് നോക്കുകയാണെങ്കിൽ ഏത് സ്ട്രീമിലുള്ള കാൻഡിഡേറ്റ്സ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാവുന്ന സിലബസുകളാണ് സിവിൽ എഞ്ചിനീയറിംഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം ഇത് വളരെ വാസ്റ്റായിട്ടുള്ളൊരു സബ്ജക്റ്റ് തന്നെയാണ്. പക്ഷേ ഈസിയാണ് പഠിക്കാനും. ജസ്റ്റ് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇവിടെ എടുത്തു പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ബ്രിക്ക്, സിമെൻറ്റ്, സ്റ്റീല്, അതുപോലെ തന്നെ അഗ്രിഗേറ്റ്, കോൺക്രീറ്റ്, ഇത്രയും പോർഷൻസ് ആണ് എടുത്തു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ കൂടുതൽ സ്ട്രെസ് ചെയ്തൊന്ന് പഠിക്കാം. അപ്പോൾ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന കാര്യങ്ങൾ വെച്ച് തന്നെ ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന പോർഷന് ധാരാളമായിട്ട് കവർ ചെയ്യാൻ പറ്റും. നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ബ്രിക്കിൽ പറയുന്നത് വെറൈറ്റീസ് ആൻഡ് സ്ട്രെങ്ത്, അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ബ്രിക്ക് എർത്ത്, ഇത്രയും പോർഷൻസേ പറയുന്നുള്ളൂ. ഇനി നമ്മളുടെ കൺസ്ട്രക്ഷന് വരുമ്പം ഇതിൻ്റെ ബ്രിക്ക് മേസൺറിയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ബ്രിക്ക് ആൻഡ് ബ്രിക്ക് മേസൺറി ഒരുമിച്ച് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബേസിക്സ് കിട്ടുകയും ചെയ്യും, നിങ്ങൾക്ക് ആ പോർഷൻ കവർ ആവുകയും ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് സിമെൻറ്റ് പറയുമ്പോൾ ഇവിടെ വെറൈറ്റീസ് ആൻഡ് ഗ്രേഡ് ഓഫ് സിമെൻറ്റ് ആൻഡ് ഇറ്റ്സ് യൂസസ് ആണ് പറയുന്നതെങ്കിലും നിങ്ങൾ ടെസ്റ്റ് ഓൺ സിമെൻറ്റ് കൂടെ അറിഞ്ഞിരിക്കുക. അപ്പോൾ സിമെൻറ്റ് എന്ന പോർഷൻ ജസ്റ്റ് കവർ ചെയ്ത് മാത്രം പോയാൽ പോരാ, നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട്, അതായത് പോർഷൻസ് കുറവായതുകൊണ്ട് നിങ്ങൾ പഠിക്കുമ്പോൾ ഡെപ്തിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. സോ നോക്കിയാൽ അപ്പോൾ നമ്മൾ സിമെൻറ്റിൻ്റെ യൂസസിൻ്റെ കൂടെ തന്നെ ടെസ്റ്റുകളും അതിൻ്റെ കൂടെ തന്നെ കവർ ചെയ്യാൻ നോക്കാം. സ്റ്റീല് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ്. ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾ സ്ട്രെസ് ചെയ്ത് കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. നോക്കുക, ടൈപ്സ് ഓഫ് സ്റ്റീല് ഫോർ റീഇൻഫോഴ്സ്മെൻറ്റ് ബാസ്, കൂടാതെ തന്നെ സ്റ്റീൽ സ്ട്രക്ചറൽ സെഷൻസുമാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മുടെ അഗ്രിഗേറ്റ്സ് ആണ് പറയുന്നത്. അഗ്രിഗേറ്റ്സിൽ ടൈപ്സും അതിൻ്റെ റിക്വയർമെൻറ്റ്സുമാണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് അഗ്രിഗേറ്റ് ആണ് നോക്കുന്നത്. അഗ്രിഗേറ്റിൽ തന്നെ ടൈപ്സും അവയുടെ റിക്വയർമെൻറ്റ്സുമാണ് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ അഗ്രിഗേറ്റ്സ് അപ്പോൾ IS കോഡുകളും ഉണ്ട്. ഇതിൽ അഗ്രിഗേറ്റ്സിൻ്റെ ഒക്കെ IS കോഡുകൾ നിങ്ങളൊന്ന് റിവൈസ് ചെയ്യാം. മാക്സിമം പ്രീവിയസിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം എന്തായാലും നോക്കിയിട്ടേ പോകാവൂ. അതുകൊണ്ട് തന്നെ IS കോഡും ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാം. അതിൻ്റെ മോർ ഇമ്പോർട്ടൻസ് വരുന്ന ഏത് പോർഷൻ ആണെന്ന് വെച്ചാൽ, അതായത് നെക്സ്റ്റ് പറയുന്നത് കോൺക്രീറ്റ് ആണ്. കോൺക്രീറ്റ് വരുമ്പോൾ ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റ് ആസ് പെർ IS കോഡ്. IS കോഡ് എന്നൊരു വാക്ക് അവിടെ സ്പെസിഫൈ ചെയ്യുന്നു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള സിവിൽ എഞ്ചിനീയറിംഗ് എക്സാംസിൽ തന്നെ ആയിക്കോട്ടെ, പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള IS കോഡുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ സ്പെസിഫൈ ചെയ്ത് പഠിച്ചു വെച്ചിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് വാട്ടർ സിമെൻറ്റ് റേഷ്യോ, അതുപോലെ വർക്കബിലിറ്റി ഒരു ടൈമിൽ പറയുന്നുണ്ടെങ്കിലും ടെസ്റ്റ് ഫോർ വർക്കബിലിറ്റീസ് നിങ്ങൾ കവർ ചെയ്ത് പോകണം. ഓക്കെ, നെക്സ്റ്റ് മിക്സിങ്, ബാച്ചിങ്, കോമ്പാക്ഷൻ ആൻഡ് ക്യൂറിങ്ങിൽ ടൈപ്സ് ഓഫ് ക്യൂറിങ്ങുകളൊക്കെ ആ പോർഷൻസ് എല്ലാം നിങ്ങൾ കവർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്ക് പറയുന്നത് കൺസ്ട്രക്ഷൻ ആണ്. കൺസ്ട്രക്ഷനിൽ തന്നെ പാർട്സ് ഓഫ് ബിൽഡിംഗ് ആണ് പറയുന്നത്. അതിൽ എടുത്ത് പറയുന്നത് എന്തൊക്കെയാണ്? ഫൗണ്ടേഷനും മേസൺറി. അത് ഫൗണ്ടേഷൻ തന്നെ ഡെപ്ത് ആയിട്ട് പഠിക്കാൻ വേണ്ടി നമ്മൾ പല സബ്ജക്റ്റുകളിലായിട്ട് കൺസ്ട്രക്ഷനിൽ ആയിക്കോട്ടെ, GT സബ്ജക്റ്റിലായിക്കോട്ടെ നമ്മൾ പഠിക്കുന്നുണ്ട്, ഫൗണ്ടേഷൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. നോക്കിക്കേ, ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ പറയുന്നുണ്ട്. അതിലേതൊക്കെയാണ്? സ്പ്രെഡ് ഫൂട്ടിങ്, ഐസൊലേറ്റഡ് ഫൂട്ടിങ്, അതുപോലെ തന്നെ കമ്പൈൻഡ് ഫൂട്ടിങ്, റാഫ്റ്റ്, പൈൽ ആൻഡ് വെൽ ഫൗണ്ടേഷനിലൊക്കെ കുറച്ച് ഡെപ്തായിട്ട് പഠിക്കാറുണ്ട്. ആ ഡെപ്തിൽ തന്നെ നിങ്ങൾ കവർ ചെയ്യാൻ ശ്രമിക്കാം. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ സിലബസ് കാണുമ്പോൾ ചെറുതാണെങ്കിൽ നിങ്ങൾ ഡെപ്തിൽ അറിഞ്ഞിരിക്കുക. ഓരോ മാർക്കും നമുക്ക് ഇമ്പോർട്ടൻസ് ആണ്. നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കാൻ 0.33 മാർക്കിന് പോലും കഴിവുണ്ട്. അപ്പോൾ നിങ്ങൾ ആ സീരിയസ്നെസ്സോട് കൂടി തന്നെ നിങ്ങൾ പോർഷൻസ് കവർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് മേസൺറി പറയുമ്പോൾ റബിൾ മേസൺറി, മുമ്പ് പറഞ്ഞ പോലെ ബ്രിക്ക് മേസൺറി ഇവിടെ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ബ്രിക്ക് മേസൺറി തന്നെ നമുക്ക് വരുന്നതാണ് ഇംഗ്ലീഷ് ബോണ്ട്, ഫ്ലെമിഷ് ബോണ്ട്, ഇതൊക്കെ. ഓക്കെ, ഇതും കൂടെ നിങ്ങൾ കവർ ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സർവേ. ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കഴിഞ്ഞ എക്സാമുകളിലെല്ലാം സർവേയിങ് എന്ന സബ്ജക്റ്റിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊരു സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഇത് ജസ്റ്റ് മറ്റ് സബ്ജക്റ്റുകൾ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോയാൽ മാത്രം മതി. ഈ സിലബസ് മാത്രം, അതായത് സർവേയിങ് എന്നൊരു സബ്ജക്റ്റ് മാത്രം സിലബസ് ആക്കിക്കൊണ്ട് തന്നെ മുമ്പ് എക്സാമുകൾ നടന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ആ പോർഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി പുതുതായിട്ട് പഠിക്കുന്ന ഒരാളാണെങ്കിൽ തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചെയിൻ സർവേയിങ് എടുത്ത് പറയുന്നുണ്ടെങ്കിൽ തന്നെ കൂടുതൽ പോർഷൻസ് അഡ്വാൻസ്ഡ് സർവേയിങ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അഡ്വാൻസ്ഡ് സർവേയിങ് നിങ്ങൾ കവർ ചെയ്യുന്ന സമയത്ത് ഒന്ന് സ്ട്രെസ് ചെയ്ത് തന്നെ കവർ ചെയ്യാൻ നോക്കാം. ഓക്കെ, ചെയിൻ സർവേയിങ് പറയുന്നത് അതിൽ പ്രിൻസിപ്പിൾസ്, ഇൻസ്ട്രുമെൻറ്റ്സ്, റേഞ്ചിങ്,
കൂടാതെ തന്നെ ചെയിനിങ്, സർവേലൻസ്, ഫീൽഡ് വർക്ക്, അതിൽ വരുന്ന ടേമുകളാണ് അതൊക്കെ. ഇത് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ചെയിൻ സർവേയിങ്ങിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന ടേമുകളും വന്നിട്ടുണ്ട്. പിന്നെ ഫീൽഡ് ബുക്ക്, സെലക്ഷൻ ഓഫ് സർവേ സ്റ്റേഷൻസ്, യൂണിറ്റ്സ് ഓഫ് ലാൻഡ് ഏരിയ, ഇവയൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ പഠിക്കാനുള്ളത് GPS, അതായത് അഡ്വാൻസ്ഡ് സർവേയിലേക്ക് കയറി കഴിഞ്ഞു. GPS, അതുപോലെ തന്നെ GIS. പിന്നീട് പറയുന്നത് എന്താണ്? മോഡേൺ ഇൻസ്ട്രുമെൻസിനെ കുറിച്ചാണ്. മോഡേൺ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ടോട്ടലൈസേഷൻ, ഇലക്ട്രോണിക് തിയോഡലൈറ്റ്, ഡിസ്റ്റോമാറ്റ്, ഇവയൊക്കെയാണ്. അതായത് കണ്ടില്ലേ, നമ്മൾ ഇത്രയും പോർഷൻസ് വന്നത് തന്നെ വളരെ ബേസിക് സബ്ജക്റ്റുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഏത് സ്ട്രീമിലുള്ള കാൻഡിഡേറ്റ്സ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാം. നിങ്ങൾക്ക് കൂടുതൽ ഊർജിതമേകാൻ നമ്മൾ ഏണസ്റ്റ് അക്കാഡമിയുടെ IEO ബാച്ച് അവൈലബിൾ ആണ്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതിയാകും. കൂടാതെ തന്നെ ഇതിൽ മറ്റ് സബ്ജക്റ്റുകളിലെ, അതായത് മറ്റ് സ്ട്രീമുകളിലെ സബ്ജക്റ്റിൻ്റെ സിലബസ് ഡിസ്കഷനുമായിട്ട് ഇനിയുള്ള വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതത് എക്സ്പേർട്സിൻ്റെ വീഡിയോ കാണുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്